ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പാണിന്ന്. അപ്പോൾ നമ്മൾ നോമ്പ് തുറ വീഡിയോ ആണ്. ഇപ്പോൾ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. നമ്മളെ വീട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ നോമ്പാണ്. നമ്മൾ ഈ നോമ്പിന് നമ്മളെ ഇപ്പുണ്ട് ഗൈസ് നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നാളെ പോവും. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളിന്ന് വിചാരിച്ച് ഒരു നോമ്പ് തുറ വെക്കാമെന്ന്. സോ ഇതൊരു നോമ്പ് തുറ വ്ളോഗായിരിക്കും, നമ്മളെ നോർമൽ അങ്ങനത്തെ വ്ളോഗല്ല. സോ ഗൈസ് കീപ് വാച്ചിങ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് നോമ്പ് തുറ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ റൈസ് ഐറ്റംസിൽ ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് ബീഫ് ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും വേണം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ വല്യപ്പയും കൂടി കുട്ടനോ മട്ടനോ അങ്ങനെ എന്തോ ഒരു സാധനം മേടിച്ച് കുറുമ വെക്കാനാണ് എന്തായാലും അതൊക്കെ അറിയാം. പക്ഷേ ഏതാ മേടിച്ചെന്നുള്ളതൊക്കെ കറക്റ്റായിട്ടറിയില്ല. അതുപോലെ ഡ്രസ്സും കടയിൽ പോയിനും കാട്ടി തിരക്കിയിരുന്നു അവിടെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനം മേടിച്ചിട്ട് നേരെ പച്ചക്കറി കടയിൽ പോയി അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ വന്നപ്പോൾ ഇമ്മയും ആമാരൊക്കെ ഫുള്ള് പത്തിരി പരിപാടിയിലായിരുന്നു. അപ്പോൾ എനിക്കുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ്, നുറുക്കൽ, പിന്നെ തൊലി കളയൽ, അങ്ങനത്തെ പണിയാണ്. അങ്ങനത്തെ പണിയെടുക്കാനൊക്കെ എൻ്റെ മാനമടിച്ചാണ്. അതിനും കൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ കൊത്തി അരിഞ്ഞതാണെന്ന്. പക്ഷേ അല്ല, ഞാനതിങ്ങനെ നമ്മളിങ്ങനെ ചോപ്പിംഗ് സാധനത്തിലിട്ടിട്ട് അങ്ങനെ ആക്കിയെടുത്തതാണ്. അതിൻ്റെ ശേഷം കുറുമക്കുള്ള നമ്മൾ മേടിച്ച സാധനം മട്ടനോ കുട്ടനോ ബീഫോ ആ സാധനം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് തേങ്ങ അരച്ചൊഴിക്കുമല്ലോ. അപ്പോൾ അത് എന്നോടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ അതിങ്ങനെ മതിയോ എന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ആയിട്ടില്ല ചേച്ചിയെ, വിട്ടോ, ഒന്നും കൂടി അടിച്ചോ. അങ്ങനെ അതൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഞാനൊക്കെ അത് കവറിനൊക്കെ എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, അതും ചെയ്തു. അങ്ങനെ ഞാൻ ഇന്നലെ പുറത്ത് പോയപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് 3-4 ഡ്രസ്സൊക്കെ ഉണ്ട് എടുത്തിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു ടീഷർട്ട്, ഇതൊക്കെ നല്ല ഇഷ്ടമായി, വൈറ്റ് കളറിൽ ജീപ്പൊക്കെ വന്നിട്ട്. നമ്മളെ പുതിയ വീഡിയോസിൽ ഈ ടീഷർട്ടൊക്കെ ഇട്ടായിരിക്കും ഗൈസ് ഞാൻ ഉണ്ടാവുക. പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട്, ഇതാണ് നമ്മൾ ഇന്നിടാൻ പോണത്. പിന്നെ ഈ ഒരു ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രേ, അതുണ്ട്. പിന്നെ ഈ 2 പാൻറ്റുണ്ട്. അപ്പോൾ ചൂടായതിനും കൊണ്ട് ഞാൻ എടുത്ത ഡ്രസ്സ് ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ ഞാൻ വേഗം പോയി ഫ്രഷായി വന്ന് ഒരു ബോഡി ലോഷനൊക്കെ ഇട്ട്, ഇത് നൈസ് ലോക്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കഴിച്ചെന്ന ഒരു ബോഡി ലോഷനാണ് ഗൈസ്. അടിപൊളിയാണ്. ഇതിൽ ഈ കോക്കനട്ട് ഓയിൽ അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ബോയിനെ നല്ല മോയ്സ്ചറൈസായിട്ട് നറിഷായിട്ട് വെക്കും. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ആസ് യൂഷ്വൽ നമ്മളെ ഗ്ലൂട്ടാഹയൻ്റെ വാസ്ലീൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കിടന്നു. എന്തായാലും ഇപ്പോൾ വിളി വരും. അങ്ങനെ കുറച്ച് നേരം നമ്മൾ കിടന്നു. അങ്ങനെ ഇതാ ഒരു 5 മണിയായപ്പോൾ നമ്മൾ എണീറ്റു. വാവ്, പുറത്ത് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ ഒരാളുണ്ട് ഇന്നെ തിരഞ്ഞു വരുന്നത്. അപ്പോൾ അടിയിൽ പണി തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഇന്നെ വിളിക്കാന്നുള്ള പേരും പറഞ്ഞ് ഇന്നെ തപ്പി വരികയാണ്. എന്നാലല്ലേ മറ്റാക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ കസിന് റഷ. അപ്പോൾ ഹോസ്റ്റൽ ലീവൊക്കെ കഴിഞ്ഞില്ല, കോളേജിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ് നേരെ വന്നതാണ്. അപ്പോൾ മറ്റാക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നെ നൈസായിട്ട് വിളിക്കാന്നുള്ള പേര് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ പോയി. ഓളെ നൈസായിട്ട് എൻ്റെ ക്യാമറാമാനോനാക്കി. അപ്പോൾ സമൂസക്കുള്ള ചിക്കൻ ഇങ്ങനെ പിച്ചിങ്ങോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കണം. പിന്നെ ഇവിടെ സമൂസക്കുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമൂസ അടിപൊളിയാണ് ഗൈസ്. നല്ല ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ല നമ്മൾ ഷോർട്ട്സ് ആക്കിയിട്ട് ഇടുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം സ്കിപ്പിനിട്ട് കളിച്ചിരുന്നു. അത് പിന്നെ നമുക്കൊരിതാണല്ലോ. അതിൻ്റെ ശേഷം എൻ്റെ അടുത്ത പരിപാടി ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് തീർക്കുകയെന്ന്. അപ്പോഴത്തേന് നമ്മളെ ബിരിയാണി എത്തി. അപ്പോൾ മറ്റേ ചെമ്പട്ടിൻ്റെ താഴെയുള്ള കരിയൊന്നും താഴെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പത്രമൊക്കെ വിരിച്ച് ഇട്ട് നമ്മളെ ബിരിയാണിയൊക്കെ
ഒന്ന് വെച്ച് സെറ്റാക്കി. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ സമൂസ മസാല ഒക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ്. ടോട്ടൽ 3 ആൾക്കാരുണ്ടെങ്കിൽ 2 വലിയ കൈകളും പിന്നെ ഒരു ചെറിയ കൈയും ആണ് സമൂസൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളെ ഫാമിലിയിൽ ആർക്കും മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കൈകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ കസിന് പ്രൊഫഷണലായിട്ട് ബത്തക്ക മുറിച്ചുകൊണ്ടിരിക്കണം. ഓ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്. ഓ ഭയങ്കര കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊഫഷണൽ ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷണലിസം കൊണ്ട് ബത്തക്ക കട്ട് ചെയ്ത കസിന്. പിന്നെ നമ്മളെ അമ്മായികളൊക്കെ ഒരു സൈഡിൽ പഴംപൊരി പൊരിക്കുന്നുണ്ട്. അതിന് ശേഷം സമൂസയും പൊരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ സമയം ഏകദേശം 6-6:15 ആ ടൈമൊക്കെ കഴിക്കണേ. ഇപ്പോൾ സമൂസ സെഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഓൾമോസ്റ്റ് പണിയൊക്കെ തീർന്ന് നിൽക്കണേ. പിന്നെ പൈനാപ്പിൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ മുള്ളുള്ളതുകൊണ്ട് ആരും ആ പണി എടുത്തില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി അവസാനം നമ്മളെ പിന്നെ വരേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ വന്നിട്ട് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു. പിന്നെ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു. അതൊക്കെ പുറത്തെടുത്തു. പിന്നെ ഓരോ പ്ലേറ്റിക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. പൊരിക്കടികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പിന്നെ ജ്യൂസ് ഞാനാണല്ലോ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ജ്യൂസൊക്കെ എല്ലാ ക്ലാസ്സുക്കും ഞാൻ തന്നെ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്ലാസ്സുക്കും ഞാൻ ജ്യൂസൊക്കെ ഒഴിച്ചു. അവസാനം അവിടെ തട്ടിമറിഞ്ഞ് പോവുകയൊക്കെ ചെയ്തു. എന്താ ചെയ്യുക, നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ താഴെയാണ് വെച്ചിരുന്നത്. ഫുഡിൻ്റെതായാലും നോമ്പറക്കുമ്പോഴുള്ളതായാലൊക്കെ താഴെയാണ് സെറ്റാക്കി വെച്ചിരുന്നത്. എന്നാലും നമുക്ക് സമയം ലാഭിച്ച് എല്ലാവർക്കും ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഫൈനലി നമ്മൾ ഫുള്ള് സെറ്റാക്കി. അങ്ങനെ നമ്മൾ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞ പോലെ ലേഡീസൊക്കെ കിച്ചണിൽ കുഞ്ഞി ടേബിളിലും ജെൻറ്റിൽമാൻമാരൊക്കെ ഡൈനിങ് ഹാളിൽ ടേബിളിലും ഒക്കെ ഇരുന്ന് സെറ്റായി. റഷോളം മാക്കുള്ള ജ്യൂസും കൂടി പോകുന്നുള്ള പേടിയിൽ ആദ്യം തന്നെ എടുത്ത് വെച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ ഫസ്റ്റ് നോമ്പ് ഇതാ പറഞ്ഞിരിക്കണ്. അപ്പോൾ ഞാൻ സമൂസ കൊണ്ടൊന്നല്ല കേട്ടോ, അത് നമ്മളെ ഷോർട്സൊക്കെയുള്ള വീഡിയോയിൽ പെട്ടു. അപ്പോൾ ഞാനിപ്പോൾ സമൂസയാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാ നമ്മളെ ഫസ്റ്റത്തെ നോമ്പ് നല്ല ഹൈ റേറ്റ് നോമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. ജ്യൂസിൽ ചെറുതായിട്ട് മധുരം കുറഞ്ഞിരുന്നു. അപ്പം ഞാനതിങ്ങനെ പറയുകയാണ്. പിന്നെ വീണ്ടും സമൂസേൻ്റെ രസം കൊണ്ട് ഞാൻ 2-3 സമൂസ കഴിച്ചു ഗൈസ്. പിന്നെ നമ്മളെ വലിയ ആൾക്കാർ വല്യപ്പ ഞാൻ വീഡിയോ ക്യാമറ വരിക പറഞ്ഞിട്ട് ബത്തൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നിസ്കരിച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് നിസ്കരിച്ചു ഗൈസ്. പിന്നെ അതിന് ശേഷം നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ കുഞ്ഞാമ്മ അത് ഫുള്ള് റൈസും ചിക്കനൊക്കെ സെപ്പറേറ്റ് ആക്കിയിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പറൊക്കെ ഇരുന്ന പോലെ തന്നെ എല്ലാവരും കുട്ടികളൊക്കെ താഴെ ഇരുന്നു. പിന്നെ വലിയവരൊക്കെ ടേബിളിൽ. അപ്പോൾ ഇതിന് കറണ്ടൊക്കെ പോയി, വോൾട്ടേജൊക്കെ കുറഞ്ഞു, ആകെ സീനായി, ഒന്നും പറയണ്ട ഗൈസ്. അങ്ങനെ ഓരോ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ഫുഡ് ഒക്കെ ടേബിളിൽ സെറ്റാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന്. പിന്നെ ഈ വീഡിയോയിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഇന്നെ തന്നെ കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ ആ പിക്കിരി പിള്ളേരെയും, കാരണം ഇതിൻ്റെ ഒപ്പമുള്ള ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അതിനും കൊണ്ടാണ് വീഡിയോയിൽ ഇന്നെ മാത്രം കാണുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാണ്. പൊരിച്ച ചിക്കൻ ഇട്ടിട്ടുള്ള ബിരിയാണി ആയിരുന്നു ഗൈസ്. അതാണ് ആസ് യൂഷ്വൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ വീഡിയോനെ പറ്റിയിട്ടാണ്. 2 hours later. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞൊരു 10-11 മണി ആയപ്പോൾ ഇതാണ് അവസ്ഥ. ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരും മഴ. ഇവിടെ മുകളിൽ അയലിലിട്ടിരുന്ന ഡ്രസ്സ് മൊത്തം നനഞ്ഞ് മാഷാ അല്ലാ നല്ല രീതിക്ക് മഴ പെയ്തിരുന്നു. അങ്ങനെ അവസാനം ഇൻവെർട്ടർ ഇല്ല, കറണ്ടില്ല, എല്ലാം പോയി. ഭയങ്കര ചൂട്. ജനലൊക്കെ തുറന്നിട്ട് ആണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത് ഗൈസ്. ലൈറ്റ് 2 ഫോണിൻ്റെ
ഫ്ലാഷൊക്കെ വെച്ചിട്ട് നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റ് റമദാൻ ഇങ്ങനെയൊക്കെയായിരുന്നു. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സജഷൻസ് കമൻസിലൂടെ അറിയിക്കുക.